ശരിക്കും ഇപ്പോഴേ ഇതെല്ലാം ഉണ്ടെന്നും അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പർപ്പഞ്ഞ വേണ്ടിയിട്ടാണ് BJP-യിലേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇടനിലനിന്നത് BJP LDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അന്ന് ഒരു നേതാവ് വിളിച്ചിരുന്നു. ഇതിനൊക്കെ ഗംഭീര മാസമുണ്ട്. അതായത് എനിക്ക് ദല്ലാളം നന്ദകുമാരൻ നല്ലോണം അറിയുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല. എന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വിളിച്ചത് ശരിയാണ്. അന്ന് എനിക്കിതൊന്നും പോകാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയാൻ. ഒരു പിണക്കം. കാരണം ഇവിടെ ഇത്ര കാലമായിട്ട് ജീവിക്കണ എന്നെ ഒരു കമ്മിറ്റിയിൽ എന്തെങ്കിലും മീറ്റിങ്ങിന് വിളിക്കുക ഒന്നും ചെയ്തില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ തഴയപ്പെട്ട ഒരു വേദനയുണ്ട്. ഞാൻ നേരെ എൻ്റെ മോളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് കാരണം എനിക്ക് ഇവിടെയല്ല വോട്ട്, തൃശ്ശൂരാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വോട്ട് ചെയ്തു. ആൾക്ക് പിന്നെ കുറേ ആളുകളായിട്ടും ബന്ധമുണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ വേറെ വലിയ നേതാക്കളൊന്നും എന്നെ വിളിച്ചിട്ടില്ല. ആരും വിളിക്കാത്ത കാര്യം ഞാൻ എങ്ങനെ വിളിച്ചു പറയാം. അല്ല, ഈ ദല്ലാളായാലും ദല്ലാളന്തോമാർ വിളിച്ചിട്ട് ശരിക്കും LDF-ലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നാണോ ചോദിച്ചത്? എന്താ ഇപ്പം ചോദിച്ചാൽ ഓരോന്നും എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല. കാരണം ഞാനിത് ഒട്ടും ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിങ്ങനെ ഇപ്പം ഇരുന്നപ്പോഴും ആലോചിച്ച് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നല്ലോ എന്നുള്ളത്. എത്ര നാൾ മുന്നേ? അതാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലായിരുന്നു? ഇല്ല, എനിക്കങ്ങനെ സ്ഥാനാർത്ഥിയാവാനൊന്നും ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റേ എന്നെ ഇതിൽ പങ്കെടുപ്പിക്കായിരുന്നു. ഞാനിവിടെ എത്ര കൊല്ലമായിട്ട് പനമ്പള്ളിയാറായിട്ട് ഇവിടെ ഏറ്റവും താമസിക്കുന്ന ഒരാളാണ്. എന്നെ ഉൾപ്പെടുത്തിയേയില്ല തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്ത്. എനിക്ക് പക്ഷെ ഉമാ തോമസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും വിളിക്കാത്തതിന് നമുക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റും. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആൾക്ക് എന്നെക്കാളും സ്വാധീനം ഇവിടെ ഉണ്ട് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ. അദ്ദേഹം പലരോടും പറഞ്ഞ് വോട്ട് പിടിക്കാൻ പോയി. പിന്നെ ഉമാ തോമസിനൊരു പരിപാടിക്ക് പോയി ആള്. അപ്പം ആ സമയത്താണോ പറഞ്ഞത് വോട്ട് ചെയ്യാണ്ട് ഇവിടുന്ന് മാറി നിന്നു? എനിക്കിവിടെ വോട്ടില്ല. വോട്ട് അവിടെ തൃശ്ശൂരാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ബൈ ഇലക്ഷന്റെ സമയത്താണ് ഇപ്പൊ ദീപ്തിമേരി ആരോപണം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആവണം. അപ്പം അതിനുശേഷം പിന്നെ ആരും LDF-നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അവർക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് മനസ്സിലായി. പിന്നെ ദീപ്തിക്കും എന്തോ സീറ്റൊന്നും കൊടുക്കണോ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വർത്താനം ഉണ്ടായി. ഞാൻ പിന്നെ കൂടുതൽ അതിലേക്ക് അന്വേഷിക്കാൻ പോയില്ല. എന്റെ കാര്യം നോക്കി മിണ്ടാണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ വിഷയത്തിൽ LDF-ന്റെ കാര്യത്തിലായിരുന്നു ഒരു മറുപടി കിട്ടാണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ദല്ലാള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പൽപ്പഞ്ച വേണുഗോപാലിനെ ഈ ലെഫ്റ്റ് നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാണോ വിളിച്ചിരിക്കുന്നത്? എന്താ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഒന്ന് കാണണം എന്ന് മാത്രമേ പറഞ്ഞത്. ഒന്ന് കാണണം, സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. ഒരു സാധാരണ വ്യക്തി എന്നുള്ള എനിക്ക് കാണാം, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. LDF നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാണോ ദല്ലാളന്തോമാർ വിളിച്ചത്? അല്ലാന്ന് എന്റെ ഓർമ്മ. ആള് തന്നെയാണ് ആദ്യം വിളിച്ചത്. എന്നിട്ട് വേണമെങ്കിൽ അവരെ ബന്ധപ്പെടുത്താനായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യം ഒരു ഇത് കൊടുത്തില്ല, അനുകൂലമായിട്ടുള്ള മറുപടി കൊടുത്തില്ല. EP ജയരാജൻ അടക്കമുള്ള ബാക്കി ആരും പറഞ്ഞു എന്നൊന്നും പറഞ്ഞല്ല, പുള്ളി നേരെ വിളിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചില്ല, അവിടെ തീർന്നു. ഒപ്പം തന്നെ ഒരു കാര്യത്തിനും കൂടെ മറുപടി വരാനുണ്ട്. ഒന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഇങ്ങനെ തൃശ്ശൂർ പറഞ്ഞു. അത് ആ പറഞ്ഞതിൽ മാത്രമല്ല, പറഞ്ഞതിൽ ഒരു ബഹുമാനക്കുറവിലാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. ഇങ്ങനെ ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടല്ല അങ്ങോട്ട് വന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് സത്യത്തില് അതിലെനിക്കൊന്നും തോന്നിയില്ല. ഞാൻ ആരും ക്ഷണിച്ച അത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ, എന്താ അവിടെ നടന്നെന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയുള്ളൂ. അതിലൊരു ബഹുമാനക്കുറവൊന്നും തോന്നിയില്ല. അതിന് മുമ്പുള്ള ഒരു പ്രസ്താവനകൾ കണ്ടില്ല. കാരണം പത്മേച്ചി എനിക്ക് സഹോദരീനെ പോലെയാണ്, ഞങ്ങൾക്ക് എപ്പോഴാന്ന് തോന്നിയാൽ ഞങ്ങൾ ഇറങ്ങും ഒരുമിച്ച് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതാരും കണ്ടില്ല. ഈ നെഗറ്റീവ് മാത്രമേ ആൾക്കാർ കാണില്ലല്ലോ. അല്ല, അതതിന്റെ കൂടെ തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങും എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെയാണ്. എന്റെ സഹോദരിയാണെന്നും പറഞ്ഞു. അതും പറഞ്ഞു. അപ്പൊ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തൃശ്ശൂരിലേക്ക് പോവും, തീർച്ചയായിട്ടും പോവും. കാരണം ഞങ്ങളൊക്കെ എത്ര കൊല്ലത്തെ ബന്ധാന്നറിയാം. അപ്പം സുരേഷ് ഗോപി അന്ന് എനിക്കെതിരെ വന്നു നിന്നപ്പോൾ ഞാൻ വളരെയധികം വേദനിച്ച ഒരാളാണ്. ഞാൻ മത്സരത്തിൽ മത്സരിക്കാൻ മടിയുണ്ടായിട്ടില്ല. സ്വന്തം സഹോദരനെ പോലെ ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ അതെനിക്ക് മനസ്സിന് വല്ലാണ്ട് താങ്ങാൻ പറ്റിയില്ല. ഞാൻ 1-2 ദിവസം ഒന്ന് ഡൗൺ ആയിപ്പോയി. പിന്നെ പാർട്ടി പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ മത്സരത്തിന് ഇറങ്ങിയെന്നല്ലോ.
അപ്പൊ ഇനിയും സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണമെന്ന് സുരേഷ് ഗോപി പാർട്ടിയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരും. നമുക്ക് വ്യക്തികളെ കുറ്റം പറയാണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താലോ. അല്ലെങ്കിലും എന്റെ പിതാവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരാളെയും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുത്. അത് ഇന്നുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനിയും പാലിക്കണം എന്നാണ് ആഗ്രഹം.